ഹായ്. അങ്ങനെ മനോരമയും ആകാശും മോഹനേട്ടനൊക്കെ അശ്വിനെ കാണാത്തതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛമ്മ എവിടെ പോയി എന്നുള്ള കാര്യത്തിന് ആകാശ് പറയുന്നുണ്ട്. രാവിലെ എണീറ്റ് ആരോടും പറയാതെയാണ് പോയത്. ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ എന്താ ചെയ്യാന്ന് മോഹനേട്ടനും പറയാണേ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ വന്ന് ഇറങ്ങാണ് കേട്ടോ. കൂടെ അച്ഛമ്മയും പ്രമിളാന്റിയും ഒക്കെ ഉണ്ട്. അശ്വനാണെങ്കിൽ വരന്റെ വേഷത്തിൽ അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ശ്രുതിയും അമ്മായിന്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മായി ദേ നോക്ക് അമ്മയും ഉണ്ടല്ലോ അശ്വിൻ സാറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ രാധയെ നോക്കി പോവാണ് കേട്ടോ. അശ്വിനെ കണ്ടതും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഓടിച്ചെന്ന് പറയുന്നുണ്ട്, കുഞ്ഞാ മോനെ നീ എവിടെയായിരുന്നു? നീ എവിടെയാണെങ്കിലും ഈ സമയത്ത് ഇവിടെ എത്തുമായിരുന്നു എന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രുതിയെയും കൂടി വിളിച്ചു പറഞ്ഞത്. ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെന്ന് പ്രമീളയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ അശ്വിൻ സാറിനൊപ്പം എന്നങ്ങനെ ചോദിക്കുന്ന നേരം പ്രമീള ഒന്നും മിണ്ടാതെ തന്നെ ചിരിച്ചുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി ആചാരപ്രകാരം ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് പോവാന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വരട്ടെ, നിനക്ക് ശ്രുതിയും അവരുടെ വീട്ടുകാരും തെറ്റുകാരല്ല എന്ന് ബോധ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായ മുത്തശ്ശി എന്ന് പറയാട്ടോ അശ്വിൻ. അതിനുശേഷം മുത്തശ്ശി അശ്വിനെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ തിരക്കാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി മുത്തശ്ശി. പ്രമീളാന്റിയുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു ചെറിയ അബദ്ധം, പക്ഷെ എൻ്റെ അച്ഛൻ ചെയ്തത് ആൻറ്റിയോട് ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറയാം കേട്ടോ. ശ്രുതിയെ ഇനി ഞാൻ വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനായിരിക്കണം എന്ന് എനിക്കുണ്ട്. അതിനുവേണ്ടി മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശിയെ അശ്വിനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. പിന്നീട് എല്ലാവരുടെയും അടുത്തേക്ക് വന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും വിവാഹമാണ് കേട്ടോ കാണിക്കുന്നത്.